ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് ആഘോഷിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. വിശ്വാസത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തെ അങ്ങേയറ്റം വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാന രംഗത്ത് ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അവയവ മാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിലും വർധന. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ICC പുരുഷ T20 ലോകകപ്പിന്റെ സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് ആഘോഷിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയുടെ പ്രതിമ രാഷ്ട്രപതി ഭവനിൽ അനാച്ഛാദനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാർച്ച് 1 വരെ നടക്കുന്ന രാജാജി ഉത്സവിൽ സി രാജഗോപാലാചാരിയെക്കുറിച്ചുള്ള പ്രദർശനവും നടക്കും. വിശ്വാസത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തെ ഇന്ത്യ അങ്ങേയറ്റം വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈവിധ്യമാർന്ന ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. 2 ആഗോള ശക്തികൾ തമ്മിലുള്ള ശക്തമായ സഖ്യമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിലെ ന്യൂഡൽഹി പ്രഖ്യാപനം 89 രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അംഗീകരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങൾ മനുഷ്യരാശിയുടെ സാമ്പത്തിക ഉന്നമനത്തിനും സാമൂഹിക നന്മയ്ക്കും വേണ്ടി പ്രയോജനപ്പെടുത്തും വിധം വിശാലമായ ആഗോള സമവായത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നു. അവയവദാന രംഗത്ത് ഇന്ത്യ വൻ കുതിച്ചുചാട്ടം കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് അവയവദാനവും ശസ്ത്രക്രിയകളും റെക്കോർഡ് പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവയവദാനത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്ത് 2013 5000-ൽ താഴെയായിരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണം 2025 ഏകദേശം 20,000-ആയി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023 മുതൽ ആരംഭിച്ച ആധാർ അധിഷ്ഠിത സംവിധാനത്തിലൂടെ 4.8 ലക്ഷത്തിലധികം പേർ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന ശസ്ത്രക്രിയകളിൽ 18% മരണാനന്തര അവയവദാനത്തിലൂടെയാണ് സാധ്യമാകുന്നതെന്നും 2025 1200-ലധികം കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്നതായും മന്ത്രാലയം അറിയിച്ചു. ഹൃദയം, ശ്വാസകോശം, പാൻക്രിയാസ് തുടങ്ങിയ സങ്കീർണമായ ശസ്ത്രക്രിയകളിൽ വൈദഗ്ധ്യം നേടിയതിനു പുറമെ ഇന്ത്യ ഇന്ന് കൈമാറ്റ ശസ്ത്രക്രിയകളിലും ലോകത്ത് മുൻനിരയിലാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. റമദാൻ മാസത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ മറ്റൊരു ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സംയുക്ത സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനിടെയുണ്ടായ വെടിവയ്പിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഒളിച്ചിരുന്ന തീവ്രവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ശരിയായ ഉപയോഗത്തിലൂടെ രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് സമ്പദ് വ്യവസ്ഥയിലേക്ക് 70,000 കോടിയോളം രൂപ സംഭാവന നൽകാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മുംബൈയിൽ നടന്ന AI ഫോർ അഗ്രി 2026 ഉച്ചകോടിയുടെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. अगर आप एग्रीकल्चर की बात करें तो ग्लोबल साउथ में जो आंकड़ा दर्शाता है लगभग 600 मिलियन किसान हैं जो कृषि में जुड़े लोग हैं. अब चैलेंजेस जो है वो ग्लोबल है. क्लाइमेट का चैलेंज है, डिजास्टर का चैलेंज है, वेदर फोरकास्ट का चैलेंज है. अब उसका जो इन्फ्लुएंस निकालना है, उसकी रोकथाम के लिए भी और उसकी भविष्यवाणी करने के लिए, उसकी प्रेडिक्टिव पहलू के लिए भी जो हमारे पास उपचार मौजूद है उसको किस प्रकार से सक्रिय करके प्रिसाइज करके इस्तेमाल किया जा सके, उसमें भी AI का काम आएगा. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ അന്തിമ വോട്ടർ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. 68 ലക്ഷത്തിലധികം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. 206 പേർ മാത്രം പട്ടികയിൽ നിന്ന് പുറത്തായ ലക്ഷദ്വീപാണ് ഏറ്റവും കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടത്.
കേരളത്തിലാകെ 2,69,53,644 പേരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന് കാരണമായ വിമാനാപകടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഇക്കാര്യം അറിയിച്ചതായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. വിമാന അപകടത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുമെന്ന് ഫട്നാവിസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 28-നാണ് പൂനെയിലെ ബാരാമതിക്ക് സമീപം വിമാനം തകർന്ന് അജിത് പവാർ ഉൾപ്പെടെ 4 പേർ മരിച്ചത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഒരു റിപ്പോർട്ട്. കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ, 2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ബിൽ എന്നിവ സഭ ഇന്ന് പരിഗണിക്കും. ധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടും നിയമസഭയിൽ സമർപ്പിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം വഴിയോര കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രനും വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് ഭൂപരിധിയുടെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെക്കുറിച്ച് സജീവ് ജോസഫും ശ്രദ്ധ ക്ഷണിക്കും. നടപ്പു സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശബരിമല വിഷയങ്ങളിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾക്കായിരുന്നു സഭ സാക്ഷ്യം വഹിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ഉത്സവത്തിന് തുടക്കമാകുന്നത്. ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ തോറ്റംപാട്ടും ഇന്ന് ആരംഭിക്കും. മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം ഇന്ന്. കുംഭഭരണിയോടനുബന്ധിച്ച് ഇന്ന് മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ICC പുരുഷ T20 ലോകകപ്പിൽ ഇന്നലെ നടന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. അഹമ്മദാബാദിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 76 റൺസിന് പരാജയപ്പെടുത്തി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 18.5 ഓവറിൽ 111 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്ക് നടക്കുന്ന സൂപ്പർ 8 ഗ്രൂപ്പ് 1 മത്സരത്തിൽ സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഇന്നലെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മുംബൈ സിറ്റി FC-യാണ് ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ ചെന്നൈയിൻ FC-യെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഒഡീഷ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അടുത്ത 2 ദിവസങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, വിദർഭ, അസം, മേഘാലയ എന്നിവിടങ്ങളിലും ഇന്ന് ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം അടുത്ത 6 ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ പരമാവധി താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷിത തീരങ്ങൾ, സമൃദ്ധമായ ഇന്ത്യ എന്ന സന്ദേശവുമായി CISF സംഘടിപ്പിച്ച വന്ദേ മാതരം സൈക്ലത്തോൺ കൊച്ചിയിൽ സമാപിച്ചു. കൊച്ചി തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലെ സമാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബണ്ടി സഞ്ജയ് കുമാർ മുഖ്യ അതിഥിയായി. 25 ദിവസം കൊണ്ട് 6553 കിലോമീറ്റർ ദൂരമാണ് സൈക്ലത്തോൺ സഞ്ചരിച്ചത്. ഇന്ത്യ സ്റ്റാക്ക്, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഹബ്ബ് തുടങ്ങിയ സംരംഭങ്ങളിലൂടെ രാജ്യത്തെ ഡിജിറ്റൽ ശക്തി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി. പൊതുസേവനങ്ങളിലേക്കും നൈപുണ്യ വികസനത്തിലേക്കുമുള്ള പ്രവേശനം ഈ സംരംഭങ്ങളിലൂടെ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാജാജി ഉത്സവ് ആഘോഷിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ C രാജഗോപാലാചാര്യയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. വിശ്വാസത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ-ഇസ്രായേൽ സൗഹൃദത്തെ അങ്ങേയറ്റം വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാന രംഗത്ത് ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. അവയവ മാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിലും വർധന. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ICC പുരുഷ T20 ലോകകപ്പിന്റെ സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.